ഹായ് ഫ്രണ്ട്സ്, ഇപ്പൊ നമ്മുടെ PCB-A ഡേറ്റ് വന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നുണ്ടാവും. ജനുവരി 19 നമുക്ക് എന്ത് എന്നുള്ളത് എക്സാമിന്റെ ഡേറ്റ് വന്നിട്ടുള്ളത്. അപ്പൊ നമ്മൾ സാധാരണ ഒരു സിവിൽ എഞ്ചിനീയേഴ്സിന് സാധാരണ ഒരു A പോലെയല്ല. നമുക്ക് അതിൽ ഏത് വരുന്നുണ്ട്, സിവിൽ ടോപ്പിക്സുകൾ കൂടാതെ നമുക്ക് മാത്തമാറ്റിക്സ് വരുന്നുണ്ട്, കെമിക്കൽ വരുന്നുണ്ട്, പിന്നെ നമ്മുടെ എൻവയോൺമെന്റൽ എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടെ കൂടുതൽ വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ അതിലൊരു 10 മാർക്കിന് നമുക്ക് എഞ്ചിനീയറിംഗ് മാത്തമാറ്റിക്സ് എന്നുള്ള കുറച്ച് ടോപ്പിക്സുകളാണ് നമുക്ക് അതിൽ സിലബസിൽ പറയുന്നത്. അപ്പൊ അത് എങ്ങനെ പഠിക്കണം, അത് ഏത് രീതിയിൽ പ്ലാൻ ചെയ്യാം ഈ ഒരു കുറഞ്ഞ സമയത്തിനുള്ളിൽ. നിങ്ങൾ കുറെ ആൾക്കാർ ഓവർസിയർ എക്സാം ഒക്കെ പഠിച്ച് ഈ ഒരു നവംബർ മുതൽ പഠിക്കാൻ തുടങ്ങുന്നതായിരിക്കും. അപ്പൊ ഈ ഒരു നവംബർ 1 മുതൽ അല്ലെ, നമ്മൾ നവംബർ 1 മുതൽ നിങ്ങൾ പഠിച്ചു തുടങ്ങുകയാണെങ്കിൽ ഒരു ഡിസംബർ 20 ആകുമ്പോഴത്തേന് എങ്ങനെ നമുക്ക് ആ ടോപ്പിക്ക് തീർക്കാം, എങ്ങനെ നമ്മൾ പഠിക്കണം, ഏത് വെച്ച് പഠിക്കണം എന്നുള്ള ചെറിയൊരു സ്റ്റഡി പ്ലാൻ ആണ് നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഒറ്റയ്ക്ക് പഠിക്കുന്നവരാണെങ്കിലും അതല്ല കോഴ്സുകൾ എടുത്ത് പഠിക്കുന്നവരാണെങ്കിലും ഒക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ ഒരു മെത്തേഡ് ഫോളോ ചെയ്യാം. എന്നാൽ നമ്മൾ ഡിസംബർ 20 തീർത്താൽ പിന്നെ നമുക്ക് ഏകദേശം ഒരു മാസത്തോളം നമ്മൾ മുന്നിലുണ്ട്. നമുക്ക് ബാക്കിയുള്ള സബ്ജക്റ്റുകൾ തീർക്കാനുണ്ട്. അതിന്റെ കൂടെ മാത്സ് തന്നെ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, റിവൈസ് ചെയ്യേണ്ടി വരും, അതൊക്കെ ചെയ്യേണ്ടി വരും. ഓക്കെ, അപ്പൊ ഒരു ഡിസംബർ 20 തീരുന്ന രീതിയിലുള്ള ഒരു സ്റ്റഡി പ്ലാൻ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യാൻ, നിങ്ങൾക്ക് അത് ഫോളോ ചെയ്യാവുന്നുള്ളൂ. അതുപോലെ എങ്ങനെ പഠിക്കണം, ഏത് ബുക്സ് യൂസ് ചെയ്യണം എന്നുള്ള കേസും കൂടെ പറഞ്ഞുതരാം. ഓക്കെ അല്ലേ? അപ്പൊ നമുക്ക് ഇതാണ് 10 മാർക്കിന് അവര് നമ്മുടെ സിലബസ് തന്നിട്ടുള്ളത്. അപ്പൊ ഈ ഒരു സിലബസ് മൊത്തത്തിൽ കഴിഞ്ഞ തവണ കുറച്ച് വൃത്തിയിലൊക്കെ ഉണ്ടായിരുന്നു. ഇത് മൊത്തം പരത്തി പറഞ്ഞു എന്നേ ഉള്ളൂ. സിലബസ് എന്ത് തന്നെയാണ്, കഴിഞ്ഞ PCBക്ക് മാത്സിൽ ഉണ്ടായിരുന്ന കാര്യങ്ങൾ തന്നെയാണ് നമുക്ക് സിലബസ് വരുന്നത്. അപ്പൊ നമ്മൾ ഇതിന് വേണമെങ്കിൽ നമുക്കൊരു 7 ചാപ്റ്റേഴ്സ് ആയിട്ട് മാത്സിലെ 7 ചാപ്റ്റേഴ്സ് ആയിട്ട് ഒന്ന് ഡിവൈഡ് ചെയ്യാം. അപ്പൊ നിങ്ങൾ പഠിക്കുന്ന സമയത്തൊക്കെ നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് നോക്കി മാത്സ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഈ ഒരു ഇത് നോക്കിയാൽ മതി. അപ്പൊ ഫസ്റ്റ് നമ്മൾ പറയും മെട്രിസസ് എന്ന് പറയും. മിക്കവാറും ചാപ്റ്ററിന്റെ പേര് നമ്മൾ പറയുന്ന ബുക്സിലൊക്കെ നമ്മൾ ഏതാണ് കൊടുത്തിട്ടുണ്ടാവുക, ലീനിയർ ആൽജിബ്ര എന്നായിരിക്കും കൊടുത്തിട്ടുണ്ടാവുക. അപ്പൊ ഈ ലീനിയർ ആൽജിബ്രയിൽ നമുക്ക് റാങ്ക്, ഐഗൺ വാല്യൂസ്, ഐഗൺ വെക്ടേഴ്സ് ആണ്. അപ്പൊ നിങ്ങൾക്കറിയാം ഈ റാങ്കും ഐഗൺ വാല്യൂം ഐഗൺ വെക്ടേഴ്സ് ഒക്കെ പഠിക്കണം എന്നുണ്ടെങ്കിൽ ആദ്യം നമുക്ക് എന്തറിയണം, മെട്രിക്സിന്റെ ബേസിക് ആയുള്ള കാര്യങ്ങളും ഡിറ്റർമിനന്റിന്റെ ബേസിക് ആയ കാര്യങ്ങളും പിന്നെ അവിടെ വരുന്ന ഓപ്പറേഷൻസുകൾ, മെട്രിക്സിലും ഡിറ്റർമിനൻസിലും വരുന്ന ഓപ്പറേഷൻസുകളും ബേസിക് നോളജ് ഉള്ളവർക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഈ ഒരു സംഭവം നമുക്ക് ചെയ്യാൻ പറ്റും. ഇനി രണ്ടാമത് നമുക്ക് ചാപ്റ്റർ വരുന്നത് കാൽക്കുലസിലാണ്. അപ്പൊ നമുക്ക് കാൽക്കുലസിൽ നമ്മുടെ എല്ലാ ലിമിറ്റ്, ഡിഫറൻഷിയേഷൻ, ഇന്റഗ്രേഷൻ അങ്ങനെ കംപ്ലീറ്റ് ഒന്നുമില്ല. പിന്നെന്താ, നമുക്ക് നേരെ പാർഷ്യൽ ഡിഫറൻഷിയേഷനിലോട്ട്, അതായത് 2 വേരിയബിൾ അല്ലെ, എക്സ് വൈ എന്ന് പറയുന്ന 2 വേരിയബിൾ വെച്ച് ചെയ്യുന്ന, നമ്മൾ എന്ത് പറയുന്നുണ്ട്, ഉളേഴ്സ് തിയറം, ചെയിൻ റൂൾ ഇതൊക്കെ യൂസ് ചെയ്ത് ചെയ്യുന്ന അതാണ് നമുക്ക് വരുന്നത് പാർഷ്യൽ ഡിഫറൻഷിയേഷൻ ആണ് അടുത്തത് വരുന്നത്. അപ്പൊ അതിൽ നമുക്ക് പാർഷ്യൽ ഡെറിവേറ്റീവ്സ്, ഡോ എക്സ് ഡോ വൈ ഡോ എക്സ് ഡോ ടി ബൈ ഡോ എക്സ് അങ്ങനെ ഒക്കെ നമ്മൾ പഠിക്കുന്നുണ്ട് അല്ലെ. ഉളേഴ്സ് തിയറം, അതുപോലെ ടൈലർ സീരീസ്, അതുപോലെ 2 വേരിയബിൾസിന്റെ മാക്സിമം, മിനിമ, ലഗ്രാഞ്ചസ് മെത്തേഡ്, ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് എന്ത് വരുന്നത്, പാർഷ്യൽ ഡിഫറൻഷിയേഷനിൽ നമുക്ക് സിലബസിൽ പറയുന്നത്. ഓക്കെ അല്ലേ? മൂന്നാമത്തെ കാൽക്കുലസിൽ തന്നെ വെക്ടർ ഡിഫറൻഷിയേഷൻ ആണ് പറയുന്നത്. വെക്ടർ ഡിഫറൻഷിയേഷൻ നമ്മുടെ വെക്ടർ ഫീൽഡ്, സ്കാലാർ ഫീൽഡുകൾ, പിന്നെ ഏതാണ് നമ്മളെ വെക്ടർ ഫംഗ്ഷനുകളുടെ ഡിഫറൻഷിയേഷൻ അല്ലെ, വെലോസിറ്റി, ആക്സലറേഷൻ, സ്കാലാർ ആൻഡ് വെക്ടർ ഫീൽഡ്, ഓപ്പറേറ്റർ, ഗ്രേഡിയന്റ്, ഡൈവേർജൻസ്, കേള്, റൊട്ടേഷണൽ ആൻഡ് സോളിനോയിഡൽ ഫീൽഡ്, സ്കാലാർ പൊട്ടൻഷ്യൽ, ഇതാണ് നമുക്ക് എന്ത് വരുന്നത്, വെക്ടർ ഡിഫറൻഷിയേഷൻ നമുക്ക് വരുന്നത്. വെക്ടർ ഡിഫറൻഷിയേഷൻ. അപ്പൊ ഈ 2 പാർഷ്യൽ ഡിഫറൻഷിയേഷനും അതുപോലെ വെക്ടർ ഡിഫറൻഷിയേഷനും ഈ 2 ചാപ്റ്റർ നമുക്ക് അറിയണമെങ്കിൽ നമുക്ക് എന്ത് ബേസിക്സ് അറിഞ്ഞിരിക്കണം, സാധാരണ നമ്മൾ സ്കൂളിലൊക്കെ പഠിച്ചിട്ടുള്ള ഡിഫറൻഷിയേഷന്റെയും ഇന്റഗ്രേഷന്റെയും ബേസിക്, അതായത് കുറെ ഫംഗ്ഷനുകളുടെ ഡിഫറൻഷിയേഷൻ എങ്ങനെ ചെയ്യാം, ഇന്റഗ്രേഷൻ അതുപോലെ എന്താണ്, എങ്ങനെയാണ് ഓരോന്നിന്റെ ഇന്റഗ്രേഷൻ എങ്ങനെയാണ്, അതെങ്ങനെയാണ് ചെയ്യുക എന്നുള്ള ബേസിക് നോളജുകൾ നമുക്ക് വേണം. ഇനി 4ാമത്തെ ചാപ്റ്റർ നമുക്ക് പറയാം ലാപ്ലാസ് ട്രാൻസ്ഫോം ആണ്. അതായത് നമുക്ക് കുറച്ച് ഫംഗ്ഷനുകളുടെ എന്ത് ചെയ്യുക, എലമെന്ററി ട്രാൻസ്ഫോർമേഷൻ, അതിന്റെ പ്രോപ്പർട്ടീസ് വെച്ചിട്ടുള്ളതും. അപ്പൊ അതാണ് ആദ്യത്തെ ഒരു ടോപ്പിക് വരുന്നത്. പിന്നെ അടുത്ത ഏതാണ്, പ്രോപ്പർട്ടീസ് എന്താ, നമുക്ക് ഈ ലാപ്ലാസ് ഇക്വേഷൻ വെച്ചിട്ട് എന്ത് ചെയ്യാം, ഡിഫറൻഷ്യൽ ഇക്വേഷൻ സോൾവ് ചെയ്യാൻ പറ്റും. അതാണ് അടുത്തൊരു ടോപ്പിക് വരുന്നത്. കുറച്ചേ ഉള്ളൂ ലാപ്ലാസ് ട്രാൻസ്ഫോം. 5th വൺ ഏതാ നമുക്ക് വരുന്നത്, ഡിഫറൻഷ്യൽ ഇക്വേഷൻ. നമുക്ക് ഫസ്റ്റ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ സൊല്യൂഷനും പറയുന്നുണ്ട്, ഹയർ ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ സൊല്യൂഷനും നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, പറയുന്നുണ്ട്. ഓക്കെ, അപ്പൊ നമുക്കറിയാം ഡിഫറൻഷ്യൽ ഇക്വേഷനിൽ നമ്മൾ സൊല്യൂഷൻ കണ്ടുപിടിക്കുന്ന കുറെ മെത്തേഡ് ഉണ്ട്. ഹയർ ഓർഡറിലോട്ട് വരുമ്പോൾ നമ്മൾ പെർട്ടിക്കുലർ ഇന്റഗ്രൽ, കോംപ്ലിമെന്ററി ഫംഗ്ഷൻ ഇതൊക്കെ നമ്മൾ കണ്ടുപിടിക്കുന്നുണ്ട്. ഇനി 2 ചാപ്റ്ററുകൾ ഏതൊക്കെയാണ്, കോംപ്ലക്സ് അനാലിസിസും അതുപോലെ ഫോറിയർ സീരീസും. കോംപ്ലക്സ് കുറച്ചുണ്ട് നമുക്ക്. ഓക്കെ, കൺഫോമൽ മാപ്പിംഗ്, അതുപോലെ തന്നെ കോംപ്ലക്സ് ഇന്റഗ്രേഷൻ, അതിന്റെ ഇന്റഗ്രേഷന്റെ കൂടെ വരുന്ന കോഷി ഇന്റഗ്രൽ തിയറം, then Taylor Lorentz series and residue theorem. പിന്നെ അത് ഏതാ, ഫോറിയർ സീരീസ്. ഓക്കെ, ഈ പറയുന്ന പീരിയഡിക് ഫംഗ്ഷന്റെ ഫോറിയർ സീരീസ്, ദെൻ ഹാഫ് റേഞ്ച് എക്സ്പാൻഷൻ ഒക്കെ ആയിട്ട് നമുക്ക് ഏതാണ് വരുന്നത്, ഫോറിയർ സീരീസ്. ഇത്രയാണ് നമുക്ക് എന്ത് വരുന്നത്, നമുക്കൊരു 7 ചാപ്റ്റേഴ്സ് വരുന്നത്. ഓക്കെ, സോ
നമുക്ക് കഴിഞ്ഞ തവണ കഴിഞ്ഞ PCBക്ക് ചോദിച്ച മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ. അപ്പൊ മാർക്ക് ഡിസ്ട്രിബ്യൂഷനിൽ വലിയ കാര്യമൊന്നുമില്ല, കാരണം നമുക്ക് 10 മാർക്കാണ്, 7 ചാപ്റ്റേഴ്സ് ഉണ്ട്. അപ്പൊ ചില ചാപ്റ്റേഴ്സിൽ എന്ത് വരും, ചില ചാപ്റ്റേഴ്സിൽ 2 മാർക്ക് വരാം, ചില ചാപ്റ്റേഴ്സിൽ 1 മാർക്ക് വരാം, അങ്ങനെ വരാം. അപ്പൊ കഴിഞ്ഞ തവണത്തെ നോക്കുകയാണെങ്കിൽ നമുക്ക് ഈ പറയുന്ന ടോപ്പിക് മെട്രിക്സ് നമുക്ക് ചോദിച്ചിട്ടുള്ളത്, മെട്രിക്സ് നമുക്ക് വന്നിട്ടുണ്ടായിരുന്നു എന്താണ്, മെട്രിക്സ് എന്ന് വന്നിട്ടുള്ള 2 മാർക്കാണ് നമുക്ക് മെട്രിക്സ് എന്ന് വന്നിട്ടുണ്ടായിരുന്നത്. ഓക്കെ, ഒന്ന് റാങ്ക് കണ്ടുപിടിക്കാൻ ഒരു മെട്രിക്സ് വന്നിട്ട്, പിന്നെ ഒന്ന് ഐഗൺ വാല്യൂ കണ്ടുപിടിക്കാൻ. ഓക്കെ, അപ്പൊ റാങ്ക് ഐഗൺ വാല്യൂ ചോദിച്ചിട്ടുള്ളത്. പാർഷ്യൽ ഡിഫറൻഷിയേഷനിൽ നമുക്ക് എന്താണ്, നമുക്ക് 2 മാർക്ക് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഒന്ന് ഡയറക്റ്റ് നമ്മുടെ ചെയിൻ റൂൾ, ഈ പറയുന്ന ഊളേഴ്സ് തിയറി യൂസ് ചെയ്തിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ. പിന്നെ ഒന്ന് നമുക്ക് വന്നിട്ടുണ്ടായിരുന്നത് മാക്സിമം ആൻഡ് മിനിമം ഫംഗ്ഷൻ ഓഫ് 2 വേരിയബിൾസിലെ കർവിലെ ആ ഒരു ഇതിലെ ക്വസ്റ്റൻ ആണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ 2 മാർക്കായിരുന്നു നമുക്ക് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. വെക്റ്റർ ഡിഫറൻഷ്യലിൽ നമുക്ക് ചോദിച്ചിട്ടുണ്ടായിരുന്നത്, വെക്റ്റർ കാൽക്കുലസിൽ ഒരു ക്വസ്റ്റൻ ആണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. ഐ തിങ്ക് അതിന് തോന്നുന്നു വെക്റ്റർ ഫീൽഡുമായി ബന്ധപ്പെട്ട ഏതൊരു ക്വസ്റ്റൻ ആണ്, 1 മാർക്കാണ് എന്തായാലും നമുക്ക് എന്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നത്, കഴിഞ്ഞ തവണ ചോദിച്ചത്. ഇപ്പൊ എത്ര, 5 മാർക്കായി. ഇനി ലാപ്ലാസ് ട്രാൻസ്ഫോം എന്നും നമുക്ക് 1 മാർക്കായി. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഡയറക്റ്റ് നമുക്ക് എന്താണ് ലാപ്ലാസ് ട്രാൻസ്ഫോമിലോട്ട് ട്രാൻസ്ഫോം ചെയ്യുന്ന ഒരു ക്വസ്റ്റൻ ആണ് ചോദിച്ചത്. ഇനി ഡിഫറൻഷ്യൽ ഇക്വേഷനിലും നമുക്ക് ചോദിച്ചത് 1 മാർക്കിനാണ്, പെർട്ടിക്കുലർ ഇന്റഗ്രൽ ആയിരുന്നു ചോദിച്ചിട്ടുണ്ടായിരുന്നത്. കഴിഞ്ഞ തവണ ഒരു ഫംഗ്ഷൻ ഒക്കെ സിമ്പിൾ ആയിരുന്നു, 1 മാർക്കിനാണ് നമുക്ക് ചോദിച്ചത്. അപ്പൊ എത്ര ഇപ്പൊ മാർക്ക്, 2, 4, 1, 5, 1, 6, 1, 7 മാർക്കായി അല്ലെ. കോംപ്ലക്സ് നമുക്ക് 2 ക്വസ്റ്റ്യൻ ആയിരുന്നു ചോദിച്ചിട്ടുണ്ടായിരുന്നത്. ഞാൻ പറഞ്ഞത് കുറച്ചുണ്ട് നമുക്ക് പഠിക്കാൻ അല്ലെ. 2 മാർക്കിനായിരുന്നു നമുക്ക് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ 9 അവസാനം നമുക്ക് ഫൊറിയർ നമുക്ക് എന്താണ് 1 മാർക്കിനായിരുന്നു ചോദിച്ചിട്ടുണ്ടായിരുന്നത്. ഓക്കെ, ഇങ്ങനെ 10 മാർക്കിനാണ് നമുക്ക് മാത്സ് വന്നിട്ടുണ്ടായിരുന്നത്. ഇനി അടുത്തത് ഈ ക്വസ്റ്റ്യന്റെ ഒക്കെ റേഞ്ച് എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾക്ക് ഒരു ഡൗട്ട് ഉണ്ടാവും. ഇത് വളരെ സിമ്പിൾ ആയിട്ട് ഞാൻ പറയും. ഈ ഒരു 10 9 ക്വസ്റ്റ്യൻ 8 കൂട്ടിക്കണം. 8 ക്വസ്റ്റ്യൻ മിനിമം എന്ന് പറയുന്നത് ഈ പറയുന്ന ടോപ്പിക്കുകളുടെ ഒക്കെ ബേസിക് നിങ്ങൾ ഒരിക്കലും എന്ത് ചെയ്യേണ്ട, ഒരു ഗേറ്റ് ലെവലോ അഡ്വാൻസ്ഡ് ലെവലോ ക്വസ്റ്റ്യൻസുകളോ ചെയ്യേണ്ട. ഓക്കെ, ഞാൻ ഇനി അടുത്ത് നിങ്ങളെ ബുക്കുകൾ പറയുമ്പോൾ ആ ബുക്കുകളിൽ ഈ ഒരു ടോപ്പിക്ക് പറഞ്ഞ് അതിന്റെ താഴെ കുറച്ച് ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുണ്ടാവുമല്ലോ, അതിന്റെ താഴെ ബുക്കിൽ അവർ സോൾവ് ചെയ്തിട്ടുണ്ടാവും, പിന്നെ കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് തന്നിട്ടുണ്ടാവും. അതുപോലെയുള്ള ക്വസ്റ്റ്യൻസുകൾ വർക്ക്ഔട്ട് ചെയ്താൽ തന്നെ നമുക്ക് കിട്ടുന്നതായിരുന്നു 10 8ഓളം ക്വസ്റ്റ്യൻസ്. 1-2 ക്വസ്റ്റ്യൻസ് മാത്രം കോംപ്ലക്സിലെയും അതുപോലെ വെക്ടർ അല്ല വേറെ ഒന്നിലും കൂടെ ക്വസ്റ്റ്യൻസുകൾ മാത്രം കുറച്ച് നല്ല, ബാക്കിയൊക്കെ എന്താണ് ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആയിരുന്നു നമുക്ക് മാത്സിൽ കൂടുതലും ചോദിച്ചിട്ടുണ്ടായിരുന്നത്. ഓക്കെ, ക്ലിയർ. അപ്പൊ നമുക്ക് ഇനി നമുക്ക് അറിയേണ്ട എന്താണ്, നമ്മൾ എങ്ങനെയാണ് ഒരു സ്റ്റഡി പ്ലാൻ റെഡിയാക്കുക എന്നുള്ളത്. ഓക്കെ അല്ലേ. അപ്പൊ ഞാൻ അതൊരു എന്താണ്, നമ്മൾ ഈ ഒരു നവംബർ 1 മുതൽ നിങ്ങൾ തുടങ്ങുകയാണെങ്കിൽ ഡിസംബർ 20 ആകുമ്പോഴത്തേന് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് റിവിഷൻ ചെയ്യാന്ന് പറയുമ്പോൾ അവിടെ നേരത്തെ പഠിച്ചതും അതുപോലെ നമ്മൾ ഈ പറഞ്ഞ ടൈം ടേബിൾ എന്തെങ്കിലുമൊക്കെ നമുക്ക് ഒരു ദിവസം അങ്ങോട്ട് മാറിയാലൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇടയ്ക്ക് കൊടുത്തിട്ടുള്ളത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു സ്റ്റഡി പ്ലാൻ യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യാം. അപ്പൊ നമുക്ക് നോക്കാം. അപ്പൊ നമ്പർ 1 നിങ്ങൾ തുടങ്ങുകയാണെങ്കിൽ 1, 2, 3, 4 ദിവസം നിങ്ങൾക്ക് ഏത് മതി. മെട്രിക്സ് എനിക്ക് നമ്മുടെ മെട്രിക്സ് നമ്മുടെ ഒരു ബാച്ചിൽ തന്നെ ഏകദേശം 10 ഐഗൺ വാല്യൂ റാങ്ക് ഒക്കെ അടക്കം 10-12 അവറാണ് വരുന്നത്. നിങ്ങൾ ഒരു ദിവസം 3 അവർ വെച്ച് ക്ലാസ് അറ്റൻഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് പറ്റണം. ഓക്കെ, മിനിമം നിങ്ങൾ ഒരു 3 അവർ വെച്ച് ക്ലാസ് അറ്റൻഡ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾ ഓൾറെഡി കുറെ അറിയുന്നവരൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് സ്പീഡപ്പിൽ ക്ലാസ് നിങ്ങൾക്ക് പ്ലേ ചെയ്യാൻ പറ്റും. കാരണം നമ്മൾ ക്ലാസ്സിൽ ചെയ്യുമ്പോൾ വളരെ സ്ലോ ആയിട്ട് ഓരോ സ്റ്റെപ്പും പറഞ്ഞിട്ടാണ്. അപ്പൊ നിങ്ങൾ ആദ്യത്തെ കുറച്ച് ക്വസ്റ്റ്യൻ ചെയ്ത് അടുത്ത ക്വസ്റ്റ്യനുകളിലോട്ട് എത്തുമ്പോൾ നിങ്ങൾക്ക് സ്പീഡപ്പ് ആക്കാൻ പറ്റും, നിങ്ങൾക്ക് ക്ലാസ് സ്പീഡ് ആക്കാം. അപ്പൊ ആക്ച്വലി 12 അവർ എന്ന് പറയുന്നത് നമുക്ക് ഈക്വലന്റ് ആയിട്ട് 8 മണിക്കൂറിലൊക്കെ നിങ്ങൾക്ക് തീർക്കാൻ പറ്റും. അപ്പൊ ഈ ഒരു 8 മണിക്കൂർ 10 മണിക്കൂർ നിങ്ങൾ 4 ദിവസം ഇരുന്ന് പഠിച്ചാൽ മതി. അതായത് നമുക്ക് എല്ലാ സബ്ജക്റ്റും പഠിക്കണമല്ലോ. അപ്പൊ നിങ്ങൾ പേമല്ലേ, നമുക്കൊരു ജനുവരി 19 എക്സാം എന്നൊക്കെ പറയുമ്പോൾ എന്തായാലും ഒരു ദിവസം നിങ്ങൾ 8 to 10 മണിക്കൂറൊക്കെ ഇരുന്ന് പഠിക്കണം. 8 മണിക്കൂർ എന്തായാലും പഠിക്കണം. ആ 8 മണിക്കൂറിൽ ഒരു 3 മണിക്കൂർ നിങ്ങൾ എന്തിലോട്ട് മാറ്റി വെക്കുക, മാത്സിന് മാറ്റി വെക്കുക. ആ 8 മണിക്കൂറിൽ ഒരു 3 മണിക്കൂർ നിങ്ങൾ മാത്സിലോട്ട് മാറ്റി വെക്കുക. ഓക്കെ, ഒരു 2 മണിക്കൂർ വേണമെങ്കിൽ ഒരു 3 മണിക്കൂർ കെമിക്കലിലോട്ട് മാറ്റി വെക്കാം, 2 മണിക്കൂർ സിവിലിലോട്ട് മാറ്റി വെക്കാം. സിവിലൊക്കെ നിങ്ങൾ കുറെ ആൾക്കാർ പഠിച്ചതായിരിക്കും ഓൾറെഡി. അപ്പൊ എന്ത് ചെയ്യാ, ഈ ഒരു 4 ദിവസം അല്ല, ഞാൻ വളരെ ഇതായിട്ടാണ് ഇട്ടിട്ടുള്ളത്. 4 ദിവസം ഒരു 3 മണിക്കൂർ ഒക്കെ ഒരു 12 മണിക്കൂർ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, കിട്ടുന്നുണ്ട് ധാരാളമാണ്. ഇനിയിപ്പോ നിങ്ങൾ ഒറ്റയ്ക്ക് ടെക്സ്റ്റ് ബുക്ക് നോക്കിയാണ് പഠിക്കുന്നതെങ്കിലും നമുക്ക് 12 മണിക്കൂർ മെട്രിക്സിലെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളും പിന്നെ ഏതാണ് റാങ്കും ഐഗൺ വാല്യൂസ് ആൻഡ് ഐഗൺ വെക്ടേഴ്സും പഠിക്കാൻ നമുക്ക് എന്താണ് 4 ദിവസം ധാരാളമാണ്. 4 ദിവസം കഴിഞ്ഞു അടുത്ത ചാപ്റ്ററിലോട്ട് കയറുന്നതിന് മുമ്പ് അടുത്തൊരു ദിവസം നിങ്ങൾ എന്ത് ചെയ്യുക, അതിന്റെ റിവിഷൻ ചെയ്യുക. അപ്പൊ റിവിഷൻ എന്ന് ഉദ്ദേശിക്കുന്നത് ഞാൻ 4 ദിവസത്തിൽ നിങ്ങൾ എന്തെങ്കിലും സ്കിപ്പായി അല്ലെങ്കിൽ നിങ്ങൾക്ക് 4 ദിവസത്തിലായില്ലെങ്കിൽ പക്ഷെ അത് എല്ലാ തവണ അങ്ങനെ ചെയ്യരുത് അല്ലെ. നമ്മൾ ആ പറഞ്ഞ ടൈം ടേബിൾ തന്നെ സ്റ്റിക്ക് ചെയ്യണം നിങ്ങൾ. അപ്പൊ 5 നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒരു റിവിഷൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഫുള്ള് പഠിച്ചു ഒന്നും കൂടെ നോക്കി ഇനി അതിലെ കൂടുതൽ ക്വസ്റ്റ്യൻസുകൾ എവിടെയെങ്കിലും ഒക്കെ കിട്ടുമോ എന്നുള്ളത് നോക്കി ഞാൻ പറഞ്ഞുതരാം എങ്ങനെ പഠിക്കണം, അതുപോലെ ക്വസ്റ്റ്യൻസ് എവിടെ നിന്നുള്ളത്. പിന്നെ എന്ത് ചെയ്യുക,
അടുത്തത് നമുക്ക് പാർഷ്യൽ ഡിഫറൻഷിയേഷൻ 6, 7, 8, 9, 10, 11, 6 ദിവസം അല്ലെ. ഓക്കെ, നമുക്ക് പറയാം, നമുക്ക് ഇവിടെ എന്താണ് മെട്രിക്സിന് ഞാൻ 4 days ആണ് കൊടുത്തിട്ടുണ്ടെങ്കിൽ പാർഷ്യൽ ഡിഫറൻഷിയേഷൻ എന്താണ് 6 days ആണ്. കാരണം ചിലപ്പോൾ നമുക്ക് അതിന്റെ ബേസിക് ആദ്യം കുറച്ചൊന്ന് പഠിക്കേണ്ടി വരും, ഡിഫറൻഷിയേഷൻ ഇന്റഗ്രേഷൻ ഒക്കെ. അതല്ലാത്തതാണെങ്കിൽ 4 ദിവസം കൊണ്ട് തന്നെ ധാരാളമാണ്. പാർഷ്യൽ ഡിഫറൻഷിയേഷനും ഊളേഴ്സ് ഇതും നമുക്ക് ഒറ്റ ദിവസം കൊണ്ടും പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ 2 ദിവസം കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റും. എന്തായാലും 6 ദിവസം കൊണ്ട് നമുക്ക് എന്താണ് ധാരാളം 6 × 3 18 മണിക്കൂറിൽ നമുക്ക് പാർഷ്യൽ ഡിഫറൻഷിയേഷൻ ധാരാളമായിട്ട് നമുക്ക് പഠിക്കാം. പിന്നെ എന്ത് ചെയ്തു, വീണ്ടും നമ്മൾ എന്ത് ചെയ്തു, ഒരു ദിവസം റിവിഷൻ വെക്കുന്നു. ഓക്കെ, ഒരു ദിവസം. സോ 6 ദിവസം നിങ്ങൾക്ക് പാർഷ്യൽ ഡിഫറൻഷിയേഷൻ വേണമെങ്കിൽ മെട്രിക്സ് ഒന്നും എന്ത് ചെയ്യാം, ഓടിച്ചിട്ട് റിവൈസ് ചെയ്യാം. അതിനുശേഷം നമ്മൾ വെക്ടർ കാൽക്കുലസ് 13, 14, 15, 16, 17, 18 അല്ലെ, 13, 14, 15, 16, 17, 18, 19 7 days എന്തിന് കൊടുത്തിട്ടുണ്ട്, വെക്ടർ കാൽക്കുലസിന് കൊടുത്തിട്ടുണ്ട്. വെക്ടർ കാൽക്കുലസിന് കാരണം അതിലെ പ്രോബ്ലംസ് ഒക്കെ ചിലപ്പോൾ ചെറിയ രീതിയിൽ കൺഫ്യൂഷൻ ആക്കുന്നതും കുറച്ചൊരു നല്ല ക്വസ്റ്റ്യൻസുകളൊക്കെ ചോദിക്കാം. അപ്പൊ അതൊക്കെ മനസ്സിലാക്കി നമ്മൾ അതിന്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്തു വരാനാണ് ആ ഒരു ദിവസം. സോ ഒരു 7 days നിങ്ങൾക്ക് എന്ത് ചെയ്യാം, വെക്ടർ കാൽക്കുലസിന് എടുക്കാം. വെക്ടർ കാൽക്കുലസിന് പാർഷ്യൽ ഡിഫറൻഷിയേഷൻ നമ്മൾ പറഞ്ഞ 6 മെട്രിക്സിന് 4 ആണെങ്കിൽ വെക്ടർ കാൽക്കുലസിന് അത് കഴിഞ്ഞ് നിങ്ങൾ നോക്കി, ഞാനിതാ 2 ദിവസം എന്ത് കൊടുത്തിട്ടുണ്ട്, റിവിഷൻ കൊടുത്തിട്ടുണ്ട്. അതുവരെ ഒരു ദിവസം ഉള്ളായിരുന്നു. ഈ റിവിഷൻ നമ്മൾ എത്ര കൊടുത്തിട്ടുണ്ട്, 2 ദിവസം കൊടുത്തിട്ടുണ്ട്. കാരണം എന്താ, നമുക്ക് ഇനി 3 ചാപ്റ്റർ റിവൈസ് ചെയ്യാണ്ട്, മെട്രിക്സും പാർഷ്യൽ ഡിഫറൻഷിയേഷനും വെക്ടർ കാൽക്കുലസും റിവൈസ് ചെയ്യണം. അപ്പൊ ആ 2 ദിവസത്തിൽ ഒരു ദിവസം നിങ്ങൾ എന്ത് ചെയ്തോ, മെട്രിക്സും പാർഷ്യൽ ഡിഫറൻഷിയേഷനും റിവൈസ് ചെയ്യാൻ എടുത്തോ. പിന്നെ ഒരു ദിവസം വെക്ടർ കാൽക്കുലസ് മൊത്തം റിവൈസ് ചെയ്യാൻ. അങ്ങനെ 2 ദിവസം റിവിഷന്. അത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ഡിഫറൻഷ്യൽ ഇക്വേഷൻ സ്റ്റാർട്ട് ചെയ്യാം. 22, 23, 24, 25 4 ദിവസം മതി നമുക്ക്. 4 days മതി. അപ്പൊ നമ്മുടെ ക്ലാസ്സുകൾ നമുക്കൊന്ന് 8 മണിക്കൂർ 9 മണിക്കൂറോളം നമുക്ക് എന്ത് ചെയ്യാം, 4 ദിവസം കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, 2 മണിക്കൂർ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്താൽ തന്നെ നമുക്കത് കവർ ചെയ്യാൻ പറ്റും. ഡിഫറൻഷ്യൽ ഇക്വേഷൻ നമുക്ക് എന്ത് മതി, 4 ദിവസം മതി. 4 ദിവസം വീണ്ടും 2 ദിവസം നമ്മൾ എന്തിനു വെക്കുന്നു, റിവിഷന് വെക്കുന്നു. ഓക്കെ, ഇനി ഞങ്ങൾ 2 ദിവസം കിട്ടോ. കാരണം എന്താ, ഈ പറഞ്ഞപ്പോ അവിടെ എത്തിയപ്പോ നമ്മള് പാർഷ്യൽ ഡിഫറൻഷിയേഷൻ കൂടെ എത്തിയപ്പോ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, 1, 2, 3, 4 ചാപ്റ്റർ റിവൈസ് ചെയ്യാനുണ്ട്. അപ്പോ 2 ദിവസം അതിലെന്ത് ചെയ്തോ, ഒരു ദിവസം 2 ചാപ്റ്ററും ഒരു ദിവസം 2 ചാപ്റ്റർ നമുക്ക് എന്ത് ചെയ്യാം, റിവൈസ് ചെയ്യാം. അത് കഴിഞ്ഞാൽ 28, 29, 30, 1, 2, 3 അല്ലെ, അത് ആക്ച്വലി വേണമെങ്കിൽ 7 days ആക്കാം. ഇനി 6 days നമ്മൾ ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, കോംപ്ലക്സിന് കൊടുത്തിട്ടുണ്ട്. കോംപ്ലക്സ് ആക്ച്വലി വേണമെങ്കിൽ 7 days ആക്കാം. ഇനി നിങ്ങൾ അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്താൽ 6 days നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, കോംപ്ലക്സിന് 6 days നമ്മൾ കോംപ്ലക്സ് അനാലിസിസിന് കാരണം അതിൽ കോംപ്ലക്സിന്റെ ആദ്യം ബേസിക്സ് നമ്മൾ പഠിക്കണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഏതുണ്ട്, ഇന്റഗ്രേഷൻ ഉണ്ട്, കോഷി ഇന്റഗ്രൽ തിയറം ഉണ്ട്, 1-2 സീരീസുകൾ നമുക്ക് പഠിക്കാനുണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ എന്ത് ചെയ്തു, വീണ്ടും 2 ദിവസം നമ്മൾ എന്ത് കൊടുക്കുന്നു, റിവിഷൻ കൊടുക്കുന്നു. പിന്നെ 6, 7, 8, 9 ലാപ്ലാസ് ട്രാൻസ്ഫോം ആക്ച്വലി 4 ദിവസം കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കൊരു 2-3 ദിവസം കൊണ്ട് തന്നെ, ഒരു 3 ദിവസം 2-3 ദിവസം കൊണ്ട് തന്നെ നമുക്ക് വളരെ സുഖസുന്ദരമായി കുറെ ക്വസ്റ്റ്യൻസുകൾ ചെയ്തിട്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ലാപ്ലാസ് ട്രാൻസ്ഫോം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കവർ ചെയ്യാൻ പറ്റും. ലാപ്ലാസിൽ നമ്മുടെ ആ ഒരു എന്താണ് പ്രോപ്പർട്ടീസ് യൂസ് ചെയ്തിട്ട് ബേസിക് ട്രാൻസ്ഫോർമേഷനും അതുപോലെ തന്നെ അത് വെച്ചിട്ടുള്ള ഡിഫറൻഷ്യൽ ഇക്വേഷൻ സോൾവ് ചെയ്യണേ ചോദിക്കുള്ളൂ. അപ്പൊ നമുക്ക് 2-3 ദിവസം നിന്ന് ധാരാളമാണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, 4 ദിവസം കഴിഞ്ഞ് നമുക്ക് മുകളിൽ നിങ്ങൾക്ക് പെൻഡിങ്ങുകൾ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് പഠിച്ചെടുക്കാം. പിന്നെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, 2 ദിവസം എന്ത് ചെയ്തിട്ടുണ്ട്, 2 ദിവസം കൊണ്ട് റിവിഷൻ കൊടുത്തിട്ടുണ്ട്. 10 അതുപോലെ 3 ദിവസം ആണ് നമ്മൾ ഇവിടെ റിവിഷന് 10, 11, 12 3 ദിവസം നമ്മൾ ഈ റിവിഷന് കൊടുത്തിട്ടുണ്ട്. എന്തിനാണ്, നമുക്ക് 1, 2, 3, 4, 5, 6 ചാപ്റ്ററുകൾ അല്ലെ റിവൈസ് ചെയ്യാനുണ്ട്. അത് നമുക്ക് കൂടുതൽ എഫക്റ്റീവ് ആയിട്ട് റിവൈസ് ചെയ്യണം. അതിനാണ് എന്ത് ചെയ്തിട്ടുള്ളത്, കാരണം മാത്സിൽ റിവിഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ റിവിഷൻ ഉദ്ദേശിക്കുന്നത് കൂടുതൽ ക്വസ്റ്റ്യൻസുകൾ ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, 13, 14, 15, 16 4 ദിവസം നമ്മൾ എന്തിനും കൊടുത്തിട്ടുണ്ട്. ഫൊറിയർ സീരീസ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, 4 ദിവസം എടുത്ത് പഠിക്കാവുന്നതേ ഉള്ളൂ. അത്രേ ഉള്ളൂ. ആ സീരീസും അതിന്റെ ടേംസുകളിൽ പഠിക്കാനേ അതും തന്നെ 2 ദിവസം 2-3 ദിവസം ധാരാളമാണ്. ഓക്കെ, അപ്പൊ 4 ദിവസം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഫൊറിയർ സീരീസ് എന്ത് ചെയ്യാം, 4 ദിവസം കൊണ്ട് പഠിക്കാം. അത് കഴിഞ്ഞ് നമുക്ക് 4 ദിവസം 17, 18, 19, 20 4 ദിവസം നമ്മുടെ റിവിഷൻ. 4 ദിവസം കാരണം എന്തിനാണ് 4 ദിവസം, 1, 2 അങ്ങനെ 7 ചാപ്റ്റർ വന്നില്ലപ്പോ കംപ്ലീറ്റ് ചാപ്റ്റർ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി 4 ദിവസം നമ്മൾ എന്ത് ചെയ്യുക, റിവിഷൻ ചെയ്യുക. തീർന്നോ? ഇല്ല. ഇനി അങ്ങോട്ട് പിന്നെ നിങ്ങളുടെ സമയത്തിനനുസരിച്ച് നിങ്ങൾ എന്ത് ചെയ്യുക, വീക്കിലി 1-2 ദിവസമെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യുക, മാത്സ് എടുത്ത് എക്സാം വരെ നിങ്ങൾ എന്ത് ചെയ്യുക, റിവൈസ് ചെയ്യുക. ഈ ഒരു രീതിയിൽ നിങ്ങൾ ചെയ്താൽ എന്താണ് നമുക്ക് 10ൽ ഒരു 8 മാർക്ക് ഷുവർ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നേടിയെടുക്കാൻ പറ്റും. കാരണം വെച്ചാൽ ഒരുപാട് മിക്സ് ആയ സിലബസ് ആയതുകൊണ്ട് നമുക്ക് ഓരോ മാർക്ക് ഇമ്പോർട്ടന്റ് ആണ്. മാത്സിൽ നിങ്ങൾ
സ്കോർ ചെയ്യുന്ന മാർക്കൊക്കെ ആയിരിക്കും നിങ്ങളുടെ റാങ്ക് ഡിസൈഡ് ചെയ്യുന്നത് ഓക്കെ. ഇനി ഇത് എങ്ങനെ ഒറ്റയ്ക്ക് പഠിക്കാന്നുള്ളത്, ഇപ്പൊ നിങ്ങൾ സൈലത്തിലായാലും അതല്ലാതെ വേറെ ഇൻസ്റ്റിറ്റ്യൂട്ടിലൊക്കെ ജോയിൻ ചെയ്തവരാണെങ്കിൽ ഓക്കെ, അവിടെ നമുക്ക് ക്ലാസ്സുകൾ ഉണ്ടാവും, നല്ല ക്ലാസ്സുകൾ ഉണ്ടാവും, ക്വസ്റ്റ്യൻസുകൾ ഉണ്ടാവും. അപ്പൊ നമ്മൾ ഒറ്റയ്ക്ക് പഠിക്കുന്നവർ അല്ലെങ്കിൽ നിങ്ങൾ കോഴ്സിൽ ചേർന്നവരാണെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റിയ, അതായത് ഫസ്റ്റ് ഫ്രഷ് ആയിട്ട് പഠിക്കുന്നവർക്ക് യൂസ് ചെയ്യാൻ പറ്റിയ 2 ബുക്കാണ് BS ഗ്രൂവാളിന്റെ ഹയർ എഞ്ചിനീയറിംഗ് മാത്തമാറ്റിക്സും BV രാമണയുടെ ഹയർ എഞ്ചിനീയറിംഗ് മാത്തമാറ്റിക്സും. രണ്ടും ഏകദേശം ഒരുപോലെ തന്നെയാണ്. അപ്പൊ അതിലെന്ത് ചെയ്യുന്നുണ്ടാവും, ആ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാകുന്ന രീതിയിൽ, അതായത് വളരെ ബേസിക്സ് അല്ല, എന്നാലും ഒരു ബിടെക് കഴിഞ്ഞ ഒരാൾക്ക് അല്ലെങ്കിൽ ഒരു പ്ലസ് 2 കഴിഞ്ഞ ഒരാൾക്ക് മനസ്സിലാകും. ബിടെക് എന്നല്ല, ഒരു പ്ലസ് 2 കഴിഞ്ഞ ഒരാൾക്ക് തന്നെ, അതായത് ഇപ്പൊ ഒരു ഇന്റഗ്രേഷൻ ഡിഫറൻഷിയേഷൻ ചെയ്യുമ്പോ അതെങ്ങനെ ചെയ്തു അല്ലെങ്കിൽ അതിന്റെ ബേസിക് അതിപ്പം പറയണമെന്നില്ല, പക്ഷെ എന്താണ്, ഒരു പ്ലസ് 2ന്റെ ഇന്റഗ്രേഷൻ ഡിഫറൻഷിയേഷന്റെ കാര്യങ്ങൾ അറിയുന്ന ഒരാൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ എന്ത് ചെയ്തിട്ടുണ്ട്, 2 ബുക്കിൽ നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതെങ്ങനെ പഠിക്കുക? ഫോർ എക്സാമ്പിൾ ഞാനൊരു എക്സാമ്പിൾ പറയാം. ലാപ്ലാസ് നിങ്ങൾ പഠിക്കുകയാണ്, ലാപ്ലാസ് ട്രാൻസ്ഫോം എന്നുള്ള ചാപ്റ്റർ എടുത്തു. അതിൽ ഫസ്റ്റ് തന്നെ ലാപ്ലാസ് എന്താന്ന് പറഞ്ഞിട്ടുണ്ടാവും, ലാപ്ലാസിന്റെ ട്രാൻസ്ഫോർമേഷൻ ഇക്വേഷൻ പഠിച്ചിട്ടുണ്ടാവും. ആ ഇക്വേഷൻ നിങ്ങൾ എന്ത് ചെയ്യുക, ബുക്കിൽ എഴുതിയെടുക്കുക, അത് ബൈഹാർട്ട് ചെയ്യുക. അതിന്റെ താഴെ കുറച്ച് ഫംഗ്ഷനുകളുടെ ലാപ്ലാസ് ട്രാൻസ്ഫോം പറഞ്ഞിട്ടുണ്ടാവും, അതെങ്ങനെ കിട്ടി എന്നുള്ളതെന്ന് ഡിറൈവ് ചെയ്യുക. അതിന്റെ താഴെ കുറച്ച് ഒരു 5 or 6 ക്വസ്റ്റ്യൻസുകൾ സാമ്പിൾ ആയിട്ട് അവര് സോൾവ് ചെയ്തിട്ടുണ്ടാവും, അത് സോൾവ് ചെയ്യുക. അതിന്റെ കൂടെ എന്ത് ചെയ്യുക, അവർ കുറച്ച് പ്രാക്ടീസ് ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ടാവും, അതും കൂടെ സോൾവ് ചെയ്യാൻ പറ്റും. ചിലപ്പോൾ അതിന്റെ സൊല്യൂഷൻ നിങ്ങൾക്ക് നെറ്റിൽ അവൈലബിൾ ആയിരിക്കും, അല്ലെങ്കിൽ അതും കൂടെ നിങ്ങൾ എന്ത് ചെയ്യുക, സോൾവ് ചെയ്യുക. ഓക്കെ, അപ്പൊ മാത്സ് പഠിക്കുമ്പോൾ MCQ തന്നെ ചെയ്യണമെന്നില്ല, MCQ ചെയ്താൽ ബെറ്റർ ആണ്. നിങ്ങൾ കൺവെൻഷണൽ ക്വസ്റ്റ്യൻ ചെയ്ത് പഠിച്ചാൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ PSCക്ക് ചോദിക്കുന്ന 10 ക്വസ്റ്റ്യനിൽ 8-9 ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, ഞാൻ പറയുന്നത് ഒന്നും കൂടെ മാത്സ് പഠിച്ചു തുടങ്ങുമ്പോൾ ഏറ്റവും ബെറ്റർ കൺവെൻഷണൽ ക്വസ്റ്റ്യൻസുകളാണ്. നിങ്ങൾ ഫസ്റ്റ് ടൈം ആണ് ഒരു ടോപ്പിക്ക് പഠിക്കുന്നതെങ്കിൽ, ഇപ്പൊ റാങ്ക് നിങ്ങൾ ഫസ്റ്റ് ടൈം പഠിക്കുന്ന മെട്രിക്സ്, ആദ്യം മെട്രിക്സിന്റെ ആ റാങ്ക് കണ്ടുപിടിക്കുന്ന കൺവെൻഷണൽ ക്വസ്റ്റ്യൻസുകൾ ഒരു 5-10 ചെയ്യുന്നതാണ് എപ്പോഴും ബെറ്റർ. എന്നിട്ട് എന്തിലോട്ട് പോവുക, എന്നിട്ട് മാത്രം MCQലോട്ട് പോവുക. അപ്പോ ഈ 2 ബുക്സിൽ ഏതൊരു ബുക്സ് ഒക്കെ കയ്യിൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അതിലെ ക്വസ്റ്റ്യൻസുകളൊക്കെ ചെയ്യുമ്പോൾ തന്നെ ഏകദേശം മാത്സിലെ കാര്യങ്ങൾ നിങ്ങൾക്ക് കിട്ടും. കാരണം ഈ കൺവെൻഷണൽ ക്വസ്റ്റ്യൻസ് തന്നെയാണ് അവർ MCQ ആക്കുന്നത്. 4 ഓപ്ഷൻ അങ്ങ് കൊടുക്കുന്നേ ഉള്ളൂ, 4 ഓപ്ഷൻസ് അങ്ങ് കൊടുക്കുന്നേ ഉള്ളൂ. അപ്പോ ഇനി നിങ്ങൾക്ക് MCQ ചെയ്യാനാണെങ്കിൽ, ഇനി നമുക്ക് MCQ ക്വസ്റ്റ്യൻ ആണ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നമ്മുടെ ഗേറ്റിന്റെ ക്വസ്റ്റ്യൻസുകൾ കഴിഞ്ഞ ഒരു 10-15 വർഷമായിട്ട് നമുക്ക് മാത്സിൽ ഗേറ്റിൽ ചോദിച്ചിട്ടുള്ള കുറെ പബ്ലിഷേഴ്സിന്റെ ബുക്ക് ഉണ്ട്. നെറ്റിൽ തന്നെ യൂട്യൂബിലായിട്ടോ അല്ലെങ്കിൽ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്ത കുറെ ക്വസ്റ്റ്യൻസുകൾ നമുക്ക് കഴിഞ്ഞ 15 കൊല്ലങ്ങളിലായിട്ട് ചോദിച്ചിട്ടുള്ള കുറെ ക്വസ്റ്റ്യൻസുകൾ കിട്ടും. അപ്പൊ അവിടെ ശ്രദ്ധിക്കേണ്ട കേസ് എന്ന് പറയുന്നത്, നമുക്ക് സിലബസിലുള്ള കാര്യങ്ങൾ മാത്രം നിങ്ങൾ നോക്കിയാൽ മതി. ഇപ്പൊ ലീനിയർ ആൽജിബ്ര ഉണ്ട്, വെക്ടർ കാൽക്കുലസ് ഉണ്ട്, നമ്മുടെ പാർഷ്യൽ ഡിഫറൻഷിയേഷൻ ഉണ്ട്, ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഉണ്ട്, ഫൊറിയർ സീരീസ്, ലാപ്ലാസ് ഒന്നും എല്ലാ ബ്രാഞ്ചുകാർക്കും ഗേറ്റിൽ ഇല്ല. അപ്പൊ അതൊക്കെ നോക്കണം നിങ്ങൾ. അപ്പൊ അത് നോക്കിയാൽ മതി. നമ്മളെ സിലബസിൽ പറഞ്ഞ ടോപ്പിക്കുകൾ ഏതൊക്കെ ബ്രാഞ്ചുകാർക്കാണ് കൂടുതൽ ഗേറ്റിൽ ചോദിക്കാറുള്ളത്, അപ്പൊ അതിന്റെ ക്വസ്റ്റ്യൻസുകൾ കളക്ട് ചെയ്യുക. ഇത് കൂടാതെ ഗേറ്റിൽ വേറെ കുറെ ഉണ്ടാവും, അപ്പൊ അത് നോക്കണ്ട. നമുക്ക് പറഞ്ഞത് മാത്രം നോക്കുക. അതുപോലെ നെറ്റിലും ഗൂഗിളിലും അതുപോലെ എന്ത് ചെയ്യാം, നമുക്ക് എന്ത് ചെയ്യാം, കുറെ MCQ ഉണ്ട്. അതെല്ലാം നമുക്കൊരു എഞ്ചിനീയറിംഗ് മാത്തമാറ്റിക്സിന്റെ ജനറൽ MCQ എന്ന് പറഞ്ഞൊരു ബുക്ക് അവൈലബിൾ അല്ല. അപ്പൊ ഈ ഗേറ്റിന്റെ പ്രീവിയസ് അതുപോലെ നമ്മൾ എന്താണ് ഈ കൺവെൻഷണൽ ക്വസ്റ്റ്യൻസുകളൊക്കെ നോക്കിയിട്ട് തന്നെയാണ് നമ്മൾ എന്ത് ചെയ്യുക, ക്വസ്റ്റ്യൻസുകൾ വർക്ക്ഔട്ട് ചെയ്യേണ്ടതും ഇതൊക്കെ ചെയ്യേണ്ടതും. ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പൊ ഈ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, മാത്തമാറ്റിക്സ് നമുക്ക് നമ്മുടെ കൈപ്പിടിയിൽ ഒതുക്കാം മാത്സിൽ. അപ്പൊ ഞാൻ പറയുന്നത് നിങ്ങൾ എന്ത് ചെയ്യുക, ഈ പറഞ്ഞതുപോലെ നിങ്ങൾ ഫോളോ ചെയ്യുക. എക്സാം കഴിഞ്ഞിട്ട് മാത്സിൽ എത്ര സ്കോർ കിട്ടിയെന്നുള്ളത് നിങ്ങൾ ഈ ഒരു വീഡിയോയുടെ കമന്റിൽ പറയണം. 10-ൽ 8 കിട്ടും. ഞാൻ ഈ പറഞ്ഞതുപോലെയുള്ള ഒരു സ്റ്റഡി പ്ലാനും ഫോളോ ചെയ്ത് അല്ലെ, അതിനനുസരിച്ച് റിവൈസും ചെയ്ത് നമ്മൾ December 20 മുതൽ പിന്നെ ഒരു മാസം ഉണ്ട്, ആ മാസത്തിൽ വീണ്ടും റിവൈസ് ചെയ്ത് നമ്മുടെ ഫ്രണ്ട്സിന്റെ കൂടുതൽ ക്വസ്റ്റ്യൻ കളക്ട് ചെയ്യുക, ക്വസ്റ്റ്യൻസ് തെരഞ്ഞുകൊണ്ടേയിരിക്കുക, കിട്ടുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ വീണ്ടും ചെയ്ത് നമ്മൾ എന്ത് ചെയ്യുക, January 19 എക്സാമിന് പോകുമ്പോൾ നമുക്ക് ഉറപ്പായിരിക്കണം 10-ൽ ഒരു 9 മാർക്കിൽ, 10 തന്നെ ഞാൻ പറയും, ഇനി അതിൽ മിനിമം ഒരു 9 മാർക്കിൽ നമുക്ക് എന്ത് ചെയ്യണം, മാത്സിൽ നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റണം. ഓക്കെ, അപ്പൊ ഇതാണ് മാത്സിന്റെ സിലബസ്, കാര്യങ്ങൾ എത്ര മാർക്ക് ചോദിച്ചു, എങ്ങനെ പഠിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങൾ വെച്ചുള്ള സ്റ്റഡി പ്ലാൻ പറഞ്ഞതാണ്. കൂടുതൽ എന്തെങ്കിലും നിങ്ങൾക്ക് ഇതിൽ ഡൗട്ടുകളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം, താഴെ കമന്റിൽ ചോദിക്കാം. നമ്മുടെ കെമിക്കൽ മാത്സ് എൻവയോൺമെന്റ് മാത്രമുള്ള ബാച്ച് ആരംഭിച്ചിട്ടുണ്ട്. അതിൽ മാത്സിന്റെ ക്ലാസ്സുകൾ റൺ ചെയ്യുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ക്ലാസ്സുകൾ പർച്ചേസ് ചെയ്യാം. സോ അപ്പൊ എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഇതിന്റെ കമന്റിൽ എന്ത് ചെയ്യുക, നമുക്ക് എന്ത് ചെയ്യാം, ഡിസ്കസ് ചെയ്യാം. സോ അപ്പൊ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.